ആദ്യം ദേവനെ വിളിച്ച് സംസാരിക്കാം. സ്വാമിജിയുടെ വാക്കുകളിൽ നിന്നും ദേവനാണ് എതിർ നിൽക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? അച്ഛമ്മ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരെ കുറ്റം പറയാൻ ഒക്കില്ല. എല്ലാവരും അവിടെ മനസ്സ് അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടാണല്ലോ ഇറക്കി വിട്ടത്. ഇവിടെ ഉണ്ടായതിന് മുഴുവനും കാണാം ആ പെൺകുട്ടിയാണെന്ന് പറയാതെ ഞാൻ അടക്കം എല്ലാവരും പറഞ്ഞു. അത് തീരാവേദന തന്നെയായിരിക്കും അവിടെ ഉള്ളിൽ. ഭർത്താവ് പറയുന്നത് കേട്ട് വിഷമത്തോടെ സുധ അയാളെ നോക്കി. തെറ്റു പറ്റാത്തവരില്ലല്ലോ ഏട്ടാ. അങ്ങനെ ഒരു തെറ്റാണ് നമുക്കും പറ്റിയത്. ഒരു പരിധിവരെ വിശ്വാസങ്ങൾ നല്ലതാണ്, അമിതമായാൽ അതും ദോഷം തന്നെയാണ്. രണ്ടാമത്തെ മകൻ തന്നെ അർത്ഥം വെച്ച് നോക്കുന്നത് കണ്ടു അമ്മ. നീ എന്നെ നോക്കണ്ട. വർഷങ്ങളായി തറവാടിൻ്റെ ക്ഷേമത്തിനായി ചില വിശ്വാസങ്ങൾ ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അനർത്ഥങ്ങൾ വരുമ്പോൾ അവ അറിഞ്ഞ് പരിഹാരക്രിയകൾ ചെയ്യുക തന്നെ വേണം. ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ അതുണ്ടാവുക തന്നെ ചെയ്യും. മക്കളായാലും കൊച്ചുമക്കളെയും അനുസരിക്കുകയും വേണം. അമ്മ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ മൂത്ത മകൻ അമ്മയെ കുറ്റപ്പെടുത്തി. അമ്മേ, പഴയ കാലമൊന്നുമല്ല. പുതുതലമുറ ഇതുപോലുള്ള വിശ്വാസങ്ങൾ അംഗീകരിച്ചു വരില്ല, പ്രത്യേകിച്ച് ദേവനെ പോലെയുള്ളവർ. അതുകൊണ്ട് അമ്മയുടെ ഈ കടുംപിടുത്തം ഒന്ന് അവസാനിപ്പിക്കണം. എത്രയായാലും അന്യ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളല്ലേ. അവിടെ ചിന്താഗതി നമ്മുടേതുപോലെ ആകണമെന്നില്ല. മകൻ പറഞ്ഞപ്പോൾ മുഖം തിരിച്ചു അമ്മ. ഏത് വീട്ടിലെ പെൺകുട്ടികളായാലും കെട്ടിക്കേറി വരുന്ന വീട്ടിലെ ചിട്ടകൾ പാലിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ഭാര്യമാരും അങ്ങനെ തന്നെ വന്നവരല്ലേ. അവർക്ക് ആദ്യം ഒരു പരിചയക്കുറവുണ്ടാകും. പിന്നെ ഇവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെട്ടു പോകും. എൻ്റെയൊക്കെ കാലത്ത് ഒഴിവാക്കിയാൽ ഇരുട്ടുമുറിയിലായിരുന്നു വാസം. മച്ചിൽ ഭഗവതിയെ കൊടിയിരുത്തിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും സൗകര്യാർത്ഥം ഭഗവതിക്ക് പ്രത്യേക സ്ഥലവും ഇരിപ്പിടവും നിശ്ചയിച്ച് അങ്ങോട്ട് മാറ്റി. പണ്ടത്തെ ചിട്ടകളും വട്ടങ്ങളും നിലനിന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരെങ്കിലും ഇന്നിപ്പോൾ ഒഴിവായാൽ മാറിയിരിക്കുന്നുണ്ടോ? അന്ത്യത്തിരി തെളിയിക്കുന്നത് മാത്രം ഉണ്ടാവില്ല. കൂട്ടിത്തൊട്ടിട്ടും ഒരുമിച്ച് തന്നെയാണ് കിടപ്പും ഇരിപ്പും. മരുമക്കളെ നേർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മ. എൻ്റെ പൊന്നച്ഛമ്മ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇനി ഏട്ടത്തിമാർ വന്നാൽ അതും പറഞ്ഞ് തുടങ്ങണ്ട കേട്ടോ. അവർക്ക് സമ്മതിച്ചതൊന്നും വരില്ല. ഈ ഞാൻ പോലും എന്നെ കെട്ടിച്ചു വിട്ടാൽ കെട്ടിയവൻ്റെ കൂടെ 365 ദിവസം കഴിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ 7 ദിവസം പഴമ്പായി വിരിച്ച് മാറിക്കിടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ചിന്നു പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. ഈ പെണ്ണിന് ഇപ്പം ഇളക്കം കൂടുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഇവൾ. ഒന്നേ ഇളന്ന് വെച്ച് കൊഞ്ചിച്ചിട്ടാണ് കൂടുതൽ. നല്ല അടി കിട്ടാതെ വളർത്തതിൻ്റെ കേട്. അച്ഛമ്മ മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടാ, ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. ഏട്ടൻ ദേവനെ വിളിച്ച് സംസാരിക്കും. ദേവൻ്റെ അഭിപ്രായം അറിയണമല്ലോ. പാപ്പൻ പറഞ്ഞു കേട്ടപ്പോൾ ഇന്ദ്രൻ ഫോൺ എടുത്ത് ദേവനെ വിളിച്ചു. അച്ഛൻ്റെ കയ്യിൽ ഫോൺ എടുത്ത് മാറി നിന്നു ഇന്ദ്രൻ. മോനെ ദേവ, സ്വാമിജി വന്നിരുന്നു. അച്ഛൻ പറയുന്ന കേട്ടപ്പോൾ തന്നെ മറുതലക്കിലും ദേവന്റെ മറു ചോദ്യം വന്നു. ഓഹോ, എന്നിട്ട് എന്തായി? ഞാൻ കിട്ടി പെണ്ണെ പടിയിറക്കി പെണ്ണ വയ്ക്കാൻ സ്വാമിജി ഉപദേശിച്ചോ? ദേവന്റെ സ്വരത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞു അച്ഛൻ. മോനെ, എന്താ നീ പറയുന്നത്? അച്ഛൻ വേദനയോട് ചോദിച്ചു. അവൾ കാരണം എനിക്ക് ദോഷമാണ്, ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ സ്വാമിജി പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ചെയ്യാൻ പോകുന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അച്ഛാ, നിങ്ങളൊക്കെ ഇതേത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഈ അന്ധവിശ്വാസങ്ങൾ മുറുക്കെ പിടിച്ച് എത്ര കാലം ജീവിക്കാനൊക്കും? കണ്ടില്ലേ, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാവ്യാധി. രോഗാണുക്കൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അതിവേഗമാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പകരാൻ അധിക ദിവസങ്ങളൊന്നും വേണ്ടിവരില്ല. വൈറസിന് ജാതകവും ദോഷവും നല്ലതും കെട്ടതും ഒന്നുമില്ലെന്ന് എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ഉറവിടമായ ചൈനക്കാർ വരെ പകച്ചു നിൽക്കുകയാണ് വൈറസിന് മുന്നിൽ. നിമിഷ നേരം കൊണ്ടാണ് ആളുകൾ പിടഞ്ഞു മരിക്കുന്നത്. ശ്വാസം കിട്ടാതെ ഒരിറ്റ് ശ്വാസത്തിനെ കീഴുന്നവർ. ഞാനടക്കം നിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് എത്താൻ അധിക സമയമില്ല. ഇനി അതും ഇതുപോലെ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ തളച്ചിടാമെന്ന് ആരും കരുതണ്ട. മനുഷ്യരാശിയുടെ നാശത്തിന് തന്നെയാണ് ഈ വൈറസിന്റെ ഉത്ഭവം. ലോകരാജ്യങ്ങൾ വരെ വൈറസിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശ്വാസം നിലച്ചു പോകാൻ അധിക സമയമൊന്നും വേണ്ട. അന്ധവിശ്വാസങ്ങളിൽ മുറുക്കെ പിടിച്ചിരിക്കുന്ന അച്ഛമ്മയോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ദേവൻ പറയുന്നത് കേട്ട് മറുപടിയില്ലാതെ നിന്നു അച്ഛൻ. മോനെ, ദക്ഷമുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം സംസാരിക്കാനാണ് അച്ഛനിപ്പോൾ വിളിച്ചത്. മോൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ. അച്ഛൻ വീണ്ടും പറഞ്ഞു. എന്തായാലും അവളിപ്പോൾ അവിടേക്ക് മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ തന്നെയാണ്. നിങ്ങൾ പോയി വിളിച്ചാൽ ആ നിമിഷം എല്ലാം പറഞ്ഞ് ദക്ഷ വരുമെന്ന് എനിക്കറിയാം. അവളുടെ കഴുത്തിൽ താലി ചാർത്തി എനിക്ക് എൻ്റെ ഭാര്യയുടെ കാര്യങ്ങളിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനിയും ആർക്കും പന്ത് തട്ടി കളിക്കാൻ അവളെ ഞാൻ കളത്തിൽ പറമ്പിലേക്ക് പറഞ്ഞയക്കില്ല. ഞാൻ വന്നിട്ട് എൻ്റെ തണിൽ എൻ്റെ ഭാര്യ അവിടേക്ക് വരും. അതല്ല, ഇനി എന്തെങ്കിലും അനർത്ഥം വീണ്ടും സംഭവിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഏട്ടൻ കൈപിടിച്ചു കൊണ്ടുവരുന്ന ശ്രീബാലയ്ക്ക് വീണ്ടും പഴി കളിക്കേണ്ടി വരും. എന്തായാലും ദക്ഷിണി അവിടേക്ക് വരുന്നത് എൻ്റെ കൂടെ ആയിരിക്കും. മാത്രമല്ല, അവൾക്ക് എക്സാമാണ്. അത് കഴിയട്ടെ, ഞാൻ വന്നിട്ടാകാം ബാക്കിയുള്ള തീരുമാനം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ദേവൻ. സ്പീക്കറിൽ ഇട്ടതുകൊണ്ട് എല്ലാവരും അവൻ പറഞ്ഞത് കേട്ടു.
കേട്ടല്ല ദേവൻ പറഞ്ഞത്. സ്വാമിജി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ദക്ഷ സമ്മതിച്ചാലും ദേവ സമ്മതിക്കില്ലെന്ന് പറഞ്ഞത് ശരിയായി. എന്തായാലും കടുത്തൊരു തീരുമാനം ദേവന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തക്ക കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇനി അവൻ വന്നിട്ടാകാം തീരുമാനം. ദക്ഷ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. ഭർത്താവ് പറയുന്നത് വേദനയുടെ കേട്ടെന്ന് സുധ. എന്നാലും സോമേട്ട, നമുക്കൊന്ന് പോയി സംസാരിക്കണ്ടേ? തെറ്റിപ്പറ്റി പോയെന്ന് മോളോട് പറയാം. ഞാൻ എന്തൊരു മഹാപാപിയാണ്. 2 മരുമക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കില്ലാതെ പോയല്ലോ. സ്വയം കുറ്റപ്പെടുത്തി സുധ. അത് ഏട്ടത്തിൽ പറഞ്ഞെങ്കിലും കാര്യമുണ്ട്. അവിടെ വീട്ടിൽ പോയിന്ന് ഏട്ടനും മേടത്തെയും പോയി സംസാരിക്കണം. തെറ്റുപറ്റിയെന്ന് പറയുക തന്നെ വേണം. ഇന്ദ്രനും കൂടെ പോകണം. എന്തായാലും ശ്രീബാലയുടെ കാര്യം അവരോട് സംസാരിക്കാൻ വേണമല്ലോ. അമ്പലത്തിൽ വെച്ച് മാറിയിടൽ മാത്രമാണ് ചടങ്ങെങ്കിലും ദക്ഷയുടെ വീട്ടുകാരും അതിൽ പങ്കെടുക്കണം. അനിയൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചു ഏട്ടന്. അതെ വെച്ചാ, രുദ്രൻ എന്താവശ്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നവനാണ്. രുദ്രൻ്റെ സ്വഭാവം വെച്ച് അവൻ്റെ പെങ്ങളെ വേദനിപ്പിച്ചാൽ അടങ്ങിയിരിക്കില്ല അവൻ. എന്നിട്ടും അവനെല്ലാം ക്ഷമിച്ച് നമ്മുടെ ഏതാവശ്യത്തിനും മുന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അവസ്ഥ ഓർത്തുകൊണ്ട് മാത്രമായിരിക്കും. ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ശരിയാണ് തോന്നി എല്ലാവർക്കും. ഉച്ചയൂണ് കഴിഞ്ഞ് ദക്ഷയുടെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനമെടുത്തു അവൾ. കോടതിയിൽ ഹാജരാക്കി സഞ്ജുവിനെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് നോക്കുക പോലും ചെയ്യാതെ സഞ്ജുവിനെ റിമാൻഡ് ചെയ്ത് ഗുരുതര കുറ്റം ചാർത്തിക്കൊണ്ട് അവനെ പുറത്തു വിട്ടാൽ ഇനിയും അവൻ ഇത് തന്നെ തുടരുമെന്നും അതുകൊണ്ട് ശിക്ഷ അനുഭവിച്ച തീരുമെന്നാണ് കോടതിയുടെ വിധി. നിരാശയുടെ ദിനേശനും പാപ്പനും കോടതിയിൽ നിന്നിറങ്ങി. കോടതി മുറ്റത്തെ മാവിന് ചുറ്റിൽ കാത്തുനിന്നു അവർ. സഞ്ജുവിനെ പോലീസുകാർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ദയനീയമായി അവൻ അവരെ നോക്കി. അവനോടൊരു വാക്ക് പോലും പറയാനാകാതെ തല കുനിച്ചു ദിനേശൻ. ജീപ്പ് കണ്ണിൽ മറയുന്നത് വരെ നോക്കി നിന്നു അവർ. സരിത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ സൈലന്റിലായതുകൊണ്ട് അറിഞ്ഞിരുന്നില്ല. ഫോൺ എടുത്ത് സരിതയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവളെ അടക്കി പിടിച്ച് തേങ്ങൽ കേട്ടു ദിനേശൻ. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നിന്നു അവൻ. ജയേഷ് റൂമിൽ ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. രാത്രി വിളിക്കാമെന്ന് പറഞ്ഞ രസി വിളിച്ചിട്ടില്ല. ഈ സമയം വരെ ആവശ്യമില്ലാത്ത പല ചിന്തകളും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൾ എന്തെങ്കിലും കടുംകൈ ചെയ്യുമോ എന്നതായിരുന്നു അവൻ്റെ ഭയം. ഉച്ച കഴിഞ്ഞ് 4 മണിയായി. എന്നിട്ടും വിവരം കിട്ടാതെ വന്നപ്പോൾ ശരിക്കും ഭ്രാന്തനെ പോലെയായി ജയേഷ്. നീ ഇങ്ങനെ മുറിയിൽ തന്നെ അടച്ചിരിക്കാനാണോ ഉദ്ദേശം? നിനക്ക് വിശപ്പും ദാഹമൊന്നുമില്ലേ? വാതിലത്ത് നിന്ന് അമ്മ ചോദിച്ചപ്പോൾ ജയേഷ് അമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് അവിടെ കയ്യിൽ പിടിച്ചു. അമ്മേ, ഇന്നലെ രാത്രി വിളിക്കാമെന്ന് പറഞ്ഞ് രസീത് നേരം വരെ വിളിച്ചിട്ടില്ല. അവിടെ പോയിന്ന് വിവരം അറിഞ്ഞിട്ട് വാ. അമ്മേ, ഇങ്ങനെ ആലോചിച്ച് നടന്നാൽ എനിക്ക് ഭ്രാന്ത് വരും. മകൻ നിറകണ്ണുകള പറയുന്ന കേട്ടപ്പോൾ പറ്റമ്മയുടെ നെഞ്ചു പിടഞ്ഞു. അമ്മ വേദനയുടെ അവനെ നോക്കി. അമ്മേ, ചങ്ക് പൊട്ടിപ്പോകുന്നു. റസി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവളുടെ വിവരം അറിയാതെ വയ്യമ്മേ. അമ്മ ഇന്ന് അവളെ വരെ പോയി അന്വേഷിച്ചു വരുമോ? കെഞ്ചിക്കൊണ്ട് ചോദിച്ചു ജയേഷ്. മോനെ ജയ, അമ്മ എന്ത് ചോദിച്ചിട്ടാണ് അവിടെ ചേരേണ്ടത്? എൻ്റെ മോൻ സ്നേഹിക്കുന്ന പെണ്ണാണ് ഇവിടുത്തെ മകളെന്നോ? ഇതുവരെ അവിടെ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പോയി ചോദിക്കാൻ പറ്റുമെന്നാണോ നീ കരുതുന്നത്? അമ്മ ദയനീയമായി ചോദിച്ചു അവനോട്. അങ്ങനെയൊന്നും വേണ്ടമ്മേ. അമ്മയെന്ന് അറിയാത്തതുപോലെ പോയാൽ മതി. അവളുടെ വിവരം അറിയാതെ എനിക്ക് സമാധാനമില്ല. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ പോകേണ്ടി വരും. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. പറഞ്ഞുകൊണ്ട് ജയേഷ് അകത്തുനിന്നും പോകാനിറങ്ങി. വേണ്ട, നീ ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഈ കോളേജിൽ നിന്നെ കണ്ടാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അവർ അറിഞ്ഞാൽ എന്തായിരിക്കുമെന്ന്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്തായാലും നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വയ്യല്ലോ. നിറ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ വരാന്തയിലേക്ക് ഇറങ്ങി അവിടുന്ന് മുറ്റത്തേക്കും. അമ്മ പോകുന്ന നിരാശയോടെ നോക്കിയിരുന്നു ജയേഷ്. ഇതേ സമയം ദക്ഷയുടെ വീട്ടിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സോമശേഖരനും സുധയും ഇന്ദ്രനും ചിനുവും. ദേവൻ പറഞ്ഞതനുസരിക്കാൻ മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. ഒന്നും വിചാരിക്കരുത്. കൃഷ്ണനുണ്ണി മകളെ നോക്കിക്കൊണ്ട് സോമശേഖരനായി പറഞ്ഞു. അറിയാടും, എൻ്റെ മകൻ ആത്മാഭിമാനമുള്ളവനാണ്. അടിച്ചാതെ നാണയത്തിൽ തിരിച്ചടിക്കും മകൻ. ദേഷ്യം പെട്ടെന്ന് വരികയില്ലവന്. പക്ഷെ മനസ്സിൽ കറ പറ്റിയാൽ പിന്നെ അത് മായ്ക്കാൻ എളുപ്പമല്ല. ഇന്ദ്രനെ പോലെയല്ല. ഇന്ദ്രനെ അപ്പം പറഞ്ഞു തീർത്താൽ ദേഷ്യം തീരും. പക്ഷെ ദേവൻ തിരിച്ചാണ്. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഇന്ദ്രൻ്റെ ചടങ്ങിന് നിങ്ങളെല്ലാവരും വരണം. അപേക്ഷയാണ്. വേറെ ആരെയും ക്ഷണിക്കുന്നുമില്ല. സ്വന്തക്കാർ മാത്രം. ലളിതമായ ചടങ്ങ്. വീട്ടിൽ കുഞ്ഞു സദ്യയും. കൃഷ്ണനുണ്ണി എല്ലാവരെയും നോക്കി പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങൾ വരുന്നത് കുറച്ച് മുൻപാണ് ദേവേട്ടൻ വിളിച്ചു പറഞ്ഞത്. എന്തായാലും ഇന്ദ്രേട്ടൻ്റെ ആവശ്യത്തിന് ഞാൻ വരും. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. ദക്ഷ പറഞ്ഞപ്പോൾ കുറ്റബോധം തോന്നി സുധയ്ക്ക്. ഇത്രയും സ്നേഹനിധിയായ മകളെയാണല്ലോ താൻ ഒറ്റപ്പെടുത്തിയതെന്ന കുറ്റബോധം വേട്ടയാടി അവരെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ശ്രീബാലയുടെ വീട്ടിലൊന്ന് കയറണം. വിവരങ്ങൾ ധരിപ്പിക്കണം. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇനി 3 ദിവസമേ ഉള്ളൂ. ആദ്യം പറഞ്ഞതാണ് ചെറിയ ചടങ്ങ് മതിയെന്ന്. അവർക്ക് പ്രത്യേകിച്ച് ആരെയും വിളിക്കാനൊന്നുമില്ല.
സോമശേഖരൻ ഒരിക്കൽ കൂടി എല്ലാവരെയും വിളിച്ചുകൊണ്ടിറങ്ങി. ദക്ഷയുടെ മുഖം സന്തോഷം കൊണ്ട് പിളർന്നു. എന്നാലും അവരെപ്പോലെ നല്ലൊരു പെൺകുട്ടി ഇന്ദ്രേട്ടന് കിട്ടിയാലോ. നല്ല ഒതുക്കവും ഐശ്വര്യമുള്ള കുട്ടിയാണ്. ദക്ഷ ശ്രീബാലയെക്കുറിച്ച് അവരോട് വിസ്തരിച്ച് പറഞ്ഞു. അതെ, നീ വല്ലാതെ അവരെ പോഴ്ത്തണ്ട. എല്ലാ കുറ്റവും അവസാനം വരുന്നത് നിന്നിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷ്യം കണ്ടു നിന്നാൽ മതി. ചിത്രയെ കണ്ടപ്പോഴും നീ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഓർമ്മയുണ്ടോ നിനക്ക്? സ്മാർട്ടാണ്, മോഡേണാണ്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, ഏറെ മോഡേൺ ആയതുകൊണ്ടുള്ള കുഴപ്പം പറ്റിയത്. ഗായത്രി ഓർമ്മപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. ഏട്ടത്തി, എന്തായാലും ഞായറാഴ്ച കാണാലോ. എന്നിട്ട് ഏട്ടത്തി പറഞ്ഞാൽ മതി. എന്താണ് അനു? അതല്ലേ അതിൻ്റെ പേര്? ശരി. ദക്ഷ അനുവിനെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, എന്തായാലും ഞായറാഴ്ച കാണാലോ. നിന്റെ പുതിയ ഏട്ടത്തിയെ, പഴയ ഏട്ടത്തിയെ കണ്ടതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അനു പറഞ്ഞു കേട്ടെല്ലാവരും ജീവിച്ചു. അനുവും ദക്ഷയും പഠിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. റസിയുടെ ഫോൺ കിട്ടുന്നില്ലെന്ന പരാതിയായിരുന്നു അനുവിന്. എന്നും കൂട്ടുകാരികൾ പരസ്പരം വിളിക്കുക പതിവാണ്. ഡെൽമി വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ സങ്കടം വന്നു ഇരുവർക്കും. അതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ദേവന്റെ വീട്ടുകാർ വന്നത്. അല്ല ഡെൽമ, പിന്നെയും വിളിച്ചിട്ടുണ്ടല്ലോ. അനു ഫോണിൽ മിസ് കോൾ കണ്ടപ്പോൾ ദക്ഷയെ നോക്കി പറഞ്ഞു. അവൾ വിളിച്ചിട്ടല്ലേ നമ്മൾ താഴേക്ക് പോയത്. എന്തെങ്കിലും പറയാൻ മറന്നുപോയി കാണും. നീ തിരിച്ചു വിളിക്ക്. ദക്ഷ പറഞ്ഞിട്ട് പുസ്തകത്താളുകൾ മറിച്ചു നോക്കി. അനു ഡെൽമയെ വിളിച്ചു. എന്താ നീ പറഞ്ഞത്? അവനെ പോലീസ് പൊക്കിയനോ? അനുസ്വരം ഉയർത്തി ചോദിക്കുന്നത് കേട്ടപ്പോൾ ദക്ഷ അവളെ നോക്കിയിരുന്നു. എന്നിട്ട് നീ എങ്ങനെ അറിഞ്ഞു? അനു സംശയത്തോടെയാണ് ഓരോന്നും ചോദിക്കുന്നത്. പത്രത്തിൽ ഫോട്ടോ ഉണ്ടെന്നോ? ഇല്ല, ഞാൻ നോക്കിയില്ല. നീ വെച്ചോ, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ചു. അനു, എടി, ആ സഞ്ജുവിനെ പോലീസ് പൊക്കിയന്. കയ്യിലെന്തോ വലിയ മയക്കുമരുന്നുണ്ടായിരുന്നാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. റിമാൻഡ് ചെയ്തതാണ് പറഞ്ഞത് അവൾ. പത്രത്തിൽ ന്യൂസ് ഉണ്ടത്രേ. നീ പോയി പത്രം എടുത്തിട്ട് വാ. ദക്ഷയെ ഉന്തിത്തള്ളി വീട്ടുവാനും. ദക്ഷ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്ന ഹാൾ ടീപ്പയുടെ മുകളിൽ നിന്ന് ന്യൂസ് പേപ്പർ എടുത്ത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിക്കയറി. കൂട്ടുകാരികൾ പേപ്പറുകൾ മറിച്ചു നോക്കി. കോവിഡിന്റെ വാർത്തകളാണ് ന്യൂസ് പേപ്പറിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒടുവിൽ തിരഞ്ഞു കണ്ടുപിടിച്ചു അവർ. പോലീസുകാർക്ക് നടുവിൽ തല കുണിച്ചു നിൽക്കുന്ന സഞ്ജുവിനെ. മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. തെല്ലുറക്ക ദക്ഷ വായിച്ചു. അവന്റെ നിൽപ്പ് കണ്ടോ? ഒരു കൂസലില്ല. ഇവന് വേറെ ഒരു പണി കിട്ടാഞ്ഞിട്ടാണോ? എന്തൊക്കെയായിരുന്നു അവന്റെ പൊങ്ങച്ചം. വില കൂടിയ ബൈക്ക്, കൂളിംഗ് ഗ്ലാസ്, എന്നും ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം, കൂട്ടുകാർക്ക് ട്രീറ്റ്. ഇപ്പം മനസ്സിലായി ഇതിനൊക്കെ എവിടെ നിന്നാണ് അവൻ പണം കണ്ടെത്തിയിരുന്നെന്ന്. അവന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ മുന്നേ തന്നെ കരുതിയത് ഇവനെ അടുത്ത് തന്നെ പൊളിച്ചു പിടിക്കുകയാണ്. നമ്മുടെ കോളേജിൽ തന്നെ ഒത്തിരി കുട്ടികളെ ഇവൻ വലയിലാക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഡെൽമയെ പോലും ഇവൻ സാഹചര്യം മുതലെടുത്ത് കൊടുക്കിയില്ലേ. എൻ്റെ ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടു. ദക്ഷൻ നെടുവീർപ്പോടെ പറഞ്ഞു. അതെ, ശരിയാ. നമ്മൾ അറിഞ്ഞതുകൊണ്ട് അവൾ അടിമപ്പെടാതെ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പലരെയും അവിടെ വീക്ക് പോയിന്റ് അറിഞ്ഞു തന്നെയാണ് ഇവനെപ്പോലെയുള്ളവർ കെണിയിലാക്കുന്നത്. വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട്, ജീവിത സാഹചര്യം, പ്രത്യേകിച്ച് ഒരു വലിയ സ്വഭാവക്കാരെ സൂക്ഷിക്കണമെന്നാണ് പറയുക. എന്തായാലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാണേണ്ടി വരും. ആരോ പറഞ്ഞല്ലോ, കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളം ഭ്രാന്താലയമാകുമെന്ന്. ഒരു സംശയമില്ല. ഈവത്തം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരിയായി ബോധവൽക്കരണം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ തലമുറയിലെ കുട്ടികൾ പോലും നശിച്ചു പോകും. അതിന് ഗൗരവത്തോടെ പറഞ്ഞു. അതെ, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയും ഒന്നുമില്ല ഇപ്പോൾ. എല്ലാം മണകുടുംബം പോലെ. കൂട്ടുകുടുംബ വ്യവസ്ഥ തന്നെയായിരുന്നു നല്ലത്. അതാകുമ്പോൾ ഒരാൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വീട്ടിലെ മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിക്കും. വഴിതെറ്റി പോകുന്നെന്ന് കണ്ടാൽ ഉപദേശവുമായി പിന്നാലെ കൂടും ആരെങ്കിലും. തനിച്ചിരിക്കാനും വിടില്ല. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും അടച്ചിട്ട റൂമിലിരിക്കാൻ കുട്ടികൾ ഒരുക്കമാണ്. അതാണ് ഇന്നത്തെ തലമുറയുടെ അവസ്ഥ. കാലികാലം എന്ന അച്ഛമ്മ പറയുന്നത് പോലെ ഇതൊക്കെ തന്നെയാണ് ഒരു തരത്തിൽ കാലികാലം. കൂട്ടുകാരികൾ ഓരോന്നും പറഞ്ഞിരുന്നു. സരിതയുടെ വീട്ടിൽ, മരണ വീട്ടിൽ ഇതുപോലെയുള്ള നിശബ്ദ തളം കെട്ടി നിന്നും ദിനേശൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് സരിതയെ വിളിച്ചു. അഴിഞ്ഞു മൂടി വാരി കെട്ടുക പോലും ചെയ്യാതെ അവൾ ഉമ്മറത്തേക്ക് വന്നു. അവളുടെ ഭാവം കണ്ടപ്പോൾ പാവം തോന്നി അവന്. കരഞ്ഞു കരഞ്ഞു വീർത്ത കൺതടങ്ങളും പ്രതീക്ഷ പറ്റിയ കണ്ണുകളും. എന്തെങ്കിലും നേരവണ്ണം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി എന്നതുപോലെയുള്ള കോലവും. ദിനേശേട്ടനോ, വരൂ, അകത്തേക്കിരിക്കാം. സരിത പറഞ്ഞത് തിരിഞ്ഞു നടന്നു. അവൾക്ക് പിന്നാലെ അകത്തേക്ക് കയറി ദിനേശൻ. സരിതയുടെ അച്ഛൻ കിടന്നിരുന്ന കട്ടിൽ അമ്മ കിടക്കുന്നത് കണ്ടു അവൻ. ദിനേശൻ ഇരുന്നപ്പോൾ പതിയെ എഴുന്നേറ്റിരുന്നു അവർ. ജാമ്യം കിട്ടിയില്ല അല്ലേ? നിരാശയോടെ ചോദിച്ചവർ. മാക്സിമം ട്രൈ ചെയ്തു. ഇതുപോലുള്ള കേസിന് റിമാൻഡ് ചെയ്യും 15 ദിവസത്തേക്ക്. 15 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അപേക്ഷ കൊടുക്കണം. ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. സരിത, നീ ഇങ്ങനെ അടച്ചുപൂട്ടി വീട്ടിലിരുന്നാൽ എങ്ങനെയാണ്? പഴയതുപോലെ ജോലിക്ക് പോകണം. വെറുതെ വീട്ടിലിരുന്ന് ഓരോന്നും ബാധിച്ച് കൂട്ടരുത്. എന്തായാലും വരാനുള്ളത് വന്നു. അവനെ പോലീസ് പിടിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ലോ. ദിനേശൻ സരിതയെ നോക്കി ചോദിച്ചു. ചുമരിൽ ചാരി സ്വപ്നം കാണുന്നത് പോലെ നിൽക്കുകയാണ് അവൾ.
ഞാൻ പറഞ്ഞത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ദിനേശൻ അല്പം ശബ്ദമുയർത്തി ചോദിച്ചു. എനിക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല ദിനേശേട്ടാ. എൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ തോന്നുന്നില്ല. ശരീരത്തിനേക്കാളേറെ മനസ്സാണ് മുറിവേപ്പെട്ടത്. അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം തന്നെ തളർത്തിയിരുന്നു. ഇതുകൂടി ആയപ്പോൾ പൂർത്തിയായി. നെഞ്ചി പൊടിയുന്ന വേദനയോടെ പറഞ്ഞു സരിത. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കഴിഞ്ഞത് കഴിഞ്ഞു. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടുകയാണ് വേണ്ടത്, അല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി വിളിക്കുകയല്ല. തളർത്തുന്ന പ്രശ്നങ്ങളെ കണ്ടിൽ നിന്ന് വെച്ച് തളരാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒന്ന് വീണ് പോയിന്ന് വിചാരിച്ച് നടക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കോ? ഇല്ല, വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നടക്കും. കാലടികൾ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ അതുപോലെ നടക്കാൻ പഠിക്കണം. അവളെ ആശ്വസിപ്പിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു ദിനേശൻ. ഞാൻ നിന്റെ ഷോപ്പിലെ ഓണറെ കണ്ട് സംസാരിച്ചിരുന്നു. അയാൾ പറഞ്ഞിട്ടല്ല നീ വരാതിരിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാനൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നാളെ തന്നെ നീ പോകണം. ഞാൻ കാലത്ത് വരാം. ഒരുങ്ങി നിൽക്കണം, ഞാൻ കൊണ്ടുവിടാം. സരിതയുടെ അമ്മയെന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദിനേശൻ. റസിയുടെ വീട്ടിലെത്തിയ ജയേഷിൻ്റെ അമ്മ പതിവ് സംഭാഷണങ്ങൾ ഇരുന്ന ആദ്യം. ഇടയ്ക്ക് പതിവുള്ളതാണ് ഈ വരവ്. അല്ല, റസി മോളെ കണ്ടില്ലല്ലോ. കുറെ സംസാരിച്ചിരുന്നിട്ടും ഒന്നും വിട്ടു പറയാതിരിക്കുന്ന കണ്ട് ജയേഷിൻ്റെ അമ്മ അന്വേഷിച്ചു. താത്തയെ ഉപ്പ കുറെ അടിച്ചു. പെട്ടെന്നാണ് കുഞ്ഞിമോൾ പറഞ്ഞത്. അടിക്കുന്നത് കണ്ട് അവളും പേടിച്ചു പോയിരുന്നു. അടിക്കേ? എന്തിന്? ആദ്യമായിട്ട് ചോദിച്ചു അവർ. അത് വേറൊന്നുമല്ല, കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ആ ചെറുക്കനോട് അവൾ എന്തോ പറഞ്ഞു. അത് ഉപ്പ അറിഞ്ഞ് ദേഷ്യമാണ്. അത്രയേ ഉള്ളൂ, നീ അകത്ത് പോ. മോളെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. ഞാനൊന്ന് കണ്ടോട്ടെ മോളെ. എന്തിനങ്ങനെ പറഞ്ഞത്? ഒന്നറിയാനാ. മുഖത്തെ കള്ളം ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവർ. മുറി ഞാൻ പൂട്ടിയിരിക്കുകയാണ്. അവൾ ഇപ്പോൾ വരുമ്പോഴേക്കും കണ്ടിട്ട് ഇറങ്ങണം. വായോ. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവർക്ക് പിന്നാലെ നടന്ന ജയേഷിൻ്റെ അമ്മ കോണിപ്പടികൾ കയറുമ്പോൾ അവളുടെ ദേഹം മറിയാതെ വിറച്ചു. വേഗം കണ്ടിട്ടിറങ്ങിക്കോ. തനിക്ക് പിന്നിൽ വാതിലടയുന്നത് ജയേഷിൻ്റെ അമ്മ അറിഞ്ഞു. കട്ടിൽ ചാരി ചുരുണ്ട് കിടക്കുന്ന റസിയെ കണ്ടപ്പോൾ നെഞ്ചു തകർന്നു പോയി അവിടെ. മോളെ, വിറയിലൂടെ വിളിച്ചു അവൻ. അവിടെ സ്വരം കേട്ടപ്പോൾ ഞെട്ടി ഉണർന്ന റസിയ കോലമാകെ മാറിയിരിക്കുന്നു. മുഖമാകെ വാടി. എന്താ മോളെ ഇത്? അടികൊണ്ട പാടുകൾ നീലിച്ച് കിടക്കുന്ന വെളുത്ത ശരീരത്തിൽ. എന്തിനാ മോളെ ഇങ്ങനെ തച്ചുടച്ചത്? റസി അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവളുടെ കരച്ചിൽ നിന്നും എല്ലാം മനസ്സിലായി അവർക്ക്. ഉപ്പിയുടെ മോള് പറഞ്ഞു എൻ്റെ മോനെയാണ് സ്നേഹിക്കുന്നതെന്ന്. അവരുടെ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിക്കൊണ്ട് റസിയെ നോക്കി. അവൻ എന്നോടെല്ലാം പറഞ്ഞു. മോളെ, ഉള്ള വെള്ളം കുടിച്ച് സന്തോഷത്തോടെ നിൽക്കുക ആ വീട്ടിൽ കഴിയാം. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റൊന്നുമില്ല. എൻ്റെ മോളെപ്പോലെയാണ് നിന്നെ ഞാൻ ഇതുവരെയും കണ്ടത്. എൻ്റെ മോൻ കാണാൻ നിനക്കിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാനും എനിക്കറിയാം. അവൻ വന്ന് വിളിച്ചാൽ മോൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഇപ്പം പറയണം. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എൻ്റെ മോനോട് ധൈര്യമായി ഞാൻ പറയും. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടിച്ചുകൊണ്ട് പറയുന്ന അമ്മ ആദ്യം കാണുന്നത് പോലെ നോക്കിയിരുന്നു പോയി റസിയ.